ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഫിലോസഫി. ഇന്ന് ഞാൻ സദ്യയിലെ ഒരു പ്രധാന വിഭവമായ കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. കൂട്ടുകറി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഈ കടല ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കടല കുതിർത്തെടുക്കണം. പാകത്തിന് ഉപ്പും ഈ കടല വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നമുക്ക് ഈ പ്രഷർ കുക്കറിൽ ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കടല വെന്ത് വരുമ്പോഴേക്കും ഈ കൂട്ടുകറിയിലേക്കുള്ള ചേനയും പച്ചക്കായയും ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ചേനയാണ് എടുത്തിട്ടുള്ളത്. ചേന ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അടുത്തത് ഒരു പച്ചക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പച്ചക്കായ ഞാൻ ഇതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നേരത്തെ കടല വേവിക്കാൻ വെച്ച കുക്കറിൽ നിന്ന് 5 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ കൂട്ടുകറിയിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് മിക്സിയുടെ പൾസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഈ തേങ്ങ അധികം അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തേങ്ങ അതിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ഒതുക്കി കിട്ടിയിട്ടുണ്ട്. നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചേനയും പച്ചക്കായയും ഒന്ന് തുറന്നു നോക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകറിക്ക് സാധാരണ ചെറിയൊരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അടുത്തത് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതുവരെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല അതിൻ്റെ വെള്ളത്തോട് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് നേരത്തെ നല്ല ജീരകവും ചേർത്ത് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് ഈ കൂട്ടുകറിയിലേക്കുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 to 5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ വറുത്ത തേങ്ങയാണ് ഈ കൂട്ടുകറിക്ക് ഒരു പ്രത്യേക രുചി കൊടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടിലേക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു സദ്യ വിഭവമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ലുലു മർജൻ സൈനിങ് ഓഫ്. ബൈ.